ഹോരാശാസ്ത്രം പ്രഥമാധ്യായം രാശിഭേദ പ്രകരണം 15-ാമത്തെ ശ്ലോകം. ഹോരാദയസ്തനു കുടുംബ സഹോത്ത ബന്ധു പുത്രാനുപത്നി മരണാനി ശുഭാസ്പദായ രീഭാക്യമിത്യുപചേന്യരി കർമ്മലാഭ ദുച്ഛത്ക സഞ്ജത ഗൃഹാണ്യ നിത്യമേകേ. ലഗ്നാദി ഭാവങ്ങളുടെ പേരുകളെയും ഉപചയങ്ങളെയും പറയുന്നു. ജാതക പ്രശ്നാദികളിൽ ലഗ്നം കൊണ്ട് ദേഹത്തെയും, രണ്ടാം ഭാവം കൊണ്ട് ഭരണീയ ജനങ്ങളെയും, മൂന്നാം ഭാവം കൊണ്ട് സഹോദരന്മാരെയും, നാലാം ഭാവം കൊണ്ട് അമ്മ, അമ്മാവൻ, മരുമകൻ എന്നിവരെയും, അഞ്ചാം ഭാവം കൊണ്ട് സന്താനങ്ങളെയും, ആറാം ഭാവം കൊണ്ട് ശത്രുക്കൾ, ആഗന്തുക രോഗങ്ങൾ ഇതുകളെയും, ഏഴാം ഭാവം കൊണ്ട് ഭാര്യയെയും, എട്ടാം ഭാവം കൊണ്ട് മരണം, ദ്രവ്യനാശം, പരിഭവം, നൈസർഗിക രോഗം, ആപത്ത് ഇത്യാദികളെയും, ഒമ്പതാം ഭാവം കൊണ്ട് ധർമാദികളെയും, പത്താം ഭാവം കൊണ്ട് ആശ്രയത്തെയും, 11-ാം ഭാവം കൊണ്ട് സർവാവിഷ്ടസിദ്ധിയെയും, 12-ാം ഭാവം കൊണ്ട് ദുഷ്കൃത, സ്ഥാനഭ്രംശ, ദ്രവ്യനാശാദികളെയുമാണ് വിചാരിക്കേണ്ടത്. 3, 6, 10, 11 ഈ ഭാവങ്ങൾക്ക് ഉപചയം എന്നു പേരുണ്ട്. ശേഷം ഭാവങ്ങൾ അപചയങ്ങളുമാകുന്നു. ഈ ഉപചയങ്ങൾക്ക് അത്ര നിത്യത്വമില്ലെന്നാണ് ചില ആചാര്യന്മാരുടെ പക്ഷം. ഉപചയങ്ങളിലേക്ക് പാവന്മാരുടെയും അതാത് രാശ്യാധിപന്റെയും ശത്രുക്കളുടെയും ദൃഷ്ടിയില്ലെങ്കിൽ മാത്രമേ ഉപചയങ്ങൾക്ക് അവയുടെ ശുഭഫലത്തെ പ്രദാനം ചെയ്യുകയുള്ളൂ എന്നാണ് ഈ നിത്യത്വമില്ല എന്ന് പറയുന്നവരുടെ പക്ഷം.